അക്ഷയ് കുമാർ നായകനായി എത്തിയ പുതിയ ചിത്രം കേസരി ചാപ്റ്റർ 2 മികച്ച പ്രതികരണങ്ങൾ നേടി മുന്നേറുകയാണ്. അക്ഷയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് കേസരിയിലുള്ളതെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. കരൺ സിംഗ് ത്യാഗി സംവിധാനം ചെയ്ത ചിത്രത്തിൽ അഭിഭാഷകനായാണ് അക്ഷയ് കുമാർ എത്തുന്നത്. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയുടെ കഥയാണ് ചിത്രം പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തെത്തിയ ഏക മലയാളിയും വൈസ്രോയി കൌൺസിലിലെ ഏക ഇന്ത്യക്കാരനുമായിരുന്ന സർ ചേറ്റൂർ ശങ്കരൻ നായരുടെ ജീവിതം പറയുന്ന ചിത്രത്തിൽ ശങ്കരൻ നായരായാണ് അക്ഷയ് കുമാർ എത്തുന്നത്. ശങ്കരൻ നായരുടെ ചെറുമകനും സാഹിത്യകാരനുമായ രഘു പാലാട്ടും ഭാര്യ പുഷ്പ പാലാട്ടും ചേർന്നെഴുതിയ ദ കേസ് ദാറ്റ് ഷുക്ക് ദി എംപറർ എന്ന പുസ്തകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. വൻതുകയ്ക്കാണ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് വിറ്റുപോയതെന്നാണ് വിവരം. ശാശ്വത് സച്ദേവ് ആണ് സിനിമയ്ക്ക് വേണ്ടി സംഗീതമൊരുക്കിയിരിക്കുന്നത്. ഹീരോ യശ് ജോഹർ, അരുണ ഭാട്ടിയ, കരൺ ജോഹർ, അഡാർ പൂനവല്ല, അപൂർവ മേത്ത, അമൃതപാൽ സിംഗ് ബിന്ദ്ര, ആനന്ദ് തിവാരി എന്നിവരാണ് സിനിമ നിർമ്മിക്കുന്നത്. അതോടൊപ്പം മികച്ച പ്രതികരണങ്ങൾക്ക് പിന്നാലെ കളക്ഷനിലും നേട്ടമുണ്ടാക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ആദ്യ ദിനം 14 കോടിയാണ് കേസരി 2 ആഗോള തലത്തിൽ നിന്നും സ്വന്തമാക്കിയത്. ഇന്ത്യയിൽ നിന്നും ചിത്രം 7.75 കോടിയാണ് വാരിക്കൂട്ടിയത്. രണ്ടാം ദിവസവും സിനിമ കളക്ഷനിൽ മുന്നേറുന്നുണ്ട്. 9.5 മുതൽ 10 കോടിക്കടുത്താണ് ചിത്രം നേടിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതോടെ സിനിമയുടെ ഇന്ത്യയിൽ നിന്നുള്ള മൊത്തം കളക്ഷൻ 17.25 കോടിയിൽ അധികമാകും. ചിത്രം വൈകാതെ 100 കോടി ക്ലബിൽ ഇടം പിടിക്കുമെന്നാണ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ. സ്കൈഫോഴ്സ് ആണ് അജയ് ദേവ്ഗൺ നായകനായി എത്തിയ അവസാന ചിത്രം. സഞ്ജീവ് കേവലിനെയും അഭിഷേക് അനിൽ കപൂറുമാണ് സംവിധാനം നിർവഹിച്ചത്. എന്നാൽ 160 കോടി ബജറ്റിൽ ഒരുങ്ങിയ ചിത്രത്തിന് 144 കോടി മാത്രമേ നേടാനായിരുന്നുള്ളൂ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.